ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നോമ്പ് 20-നായി. അപ്പോൾ ഇന്നാണ് നമുക്ക് അബുദാബിയിലോട്ട് പോകാനുള്ളത്. കാക്കു ഓഫീസ് പോയിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഒരു 3 o'clock ആകുമ്പോൾ കാക്കു ഓഫീസിൽ നിന്ന് വരും. അങ്ങനെ നമ്മൾ ഫാസ്റ്റായിട്ട് അങ്ങോട്ട് പോവും ഇൻഷാ അല്ലാ. അപ്പോൾ അവിടെ ഒരു എന്താ പറയുക, ബാങ്കൊക്കെ കൊടുക്കുന്ന ഒരു 10 minutes മുമ്പായിട്ട് എത്തുമെന്നാണ് നമ്മുടെ ഒരു ഹോപ്പ് ഇൻഷാ അല്ലാ. അപ്പോൾ മോർണിംഗ് റൂട്ടീൻസൊക്കെ നമുക്ക് വേഗം കഴിക്കാം. അപ്പോൾ മോർണിംഗ് റൂട്ടീൻസൊക്കെ കഴിഞ്ഞ് അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ അബുദാബിയിലോട്ട് പോവുകയാണ്. ഞങ്ങൾ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. അപ്പം ഞാനും ജുവ ബേബിയും എന്തായാലും ഒരു 4 days അബുദാബിയിൽ സ്റ്റേ ഉണ്ടാവും. കാക്കു ഓഫീസുള്ളത് കാരണം ഇങ്ങോട്ടുനിന്ന് തിരിച്ചു വരും. എന്നിട്ട് സാറ്റർഡേ വരുള്ളൂ. പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്തു, ഞങ്ങൾ 2 പേരുടേതും. അപ്പോൾ നമ്മൾ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. കാക്കൊന്ന് ഫ്രഷ് ആയതിന് ശേഷം നമ്മൾ എന്തായാലും വേഗം ഇവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ നമ്മൾ ഇറങ്ങി കുറച്ചൊന്ന് ലേറ്റായി, ആളൊന്ന് ഫ്രഷ് ആയൊക്കെ വരുമ്പോഴേക്കും. അപ്പോൾ നമ്മൾ ഇനി താഴെ നമുക്ക് പാർക്കിങ്ങിലോട്ട് പോവാം. അങ്ങനെ നമ്മൾ ഇറങ്ങി. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അങ്ങോട്ട് എത്തുന്നതിന് മുമ്പ് നമുക്ക് ഇവിടുന്ന് അടുത്തുനിന്ന് കാറൊന്ന് വാഷ് ചെയ്യാനുണ്ട്. കാർ ആകെ ഡസ്റ്റായിട്ട് കിടക്കുകയാണ്. കാക്കൂന് ഇങ്ങനെ ഹറിബറിയായി പോകുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മ വരിക. അപ്പോൾ നമുക്ക് കാർ വാഷ് ചെയ്തിട്ട് നമുക്ക് പോകേണ്ടി വരും. ഒരു 5 minutes എടുക്കും ഇൻഷാ അല്ലാ. അങ്ങനെ ജുവ ബേബിക്ക് ഈവനിങ് വിശപ്പൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ താൽക്കാലികം ഒന്നും എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ ബിസ്ക്കറ്റും ചിപ്സും മാത്രം എടുത്തിട്ടുള്ള അവൾക്ക് വേണ്ടി. അപ്പോൾ അവൾക്ക് ഈ വാഷ് ചെയ്യണത് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമാട്ടോ, കാറ് വാഷ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് കണ്ടിട്ട് ചിരിക്കുകയാണ് ആൾ. 5 minutes 10 minutes ഒന്നുമല്ല കേട്ടോ, 50 minutes നമുക്ക് അവിടെ എന്താ പറയുക വേസ്റ്റായി പോയി കാർ വാഷ് ചെയ്യാൻ. അപ്പോൾ ഇനി നമ്മൾ വേഗം ഇവിടുന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി നമുക്ക് അബുദാബിയിലോട്ട് വെച്ച് പിടിക്കാം. അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ഓക്കെ. അങ്ങനെ ഗൈസ്, നമ്മളിത് അവിടെ റഹ്മത്ത് കാലിക്കറ്റ് റെസ്റ്റോറൻറ്റിലെത്തി. ഇവിടെയാണ് ഫംഗ്ഷൻ ഉള്ളത്. കാക്കുവിൻ്റെ ബ്രദറിൻ്റെ നോമ്പ് തോറാണ് കേട്ടോ, ഇഫ്താറാണ്. അപ്പം ഇനി ബാങ്ക് കൊടുക്കാൻ ആകെ 10 minutes കൂടി ഉള്ളൂ. നമ്മുടെ റിലേറ്റീവ്സും കസിൻസും ഫ്രണ്ട്സൊക്കെ എത്തിയിട്ടുണ്ട്, ഇൻവൈറ്റ് ചെയ്ത്. അപ്പോൾ എല്ലാവരും ഇവിടെ എത്തിച്ചേരുന്നു. ഇനി നമുക്ക് എല്ലാവർക്കും കൂടി നോമ്പ് തുറക്കാം. നമുക്കിവിടെ അബുദാബിയിൽ 3 നോമ്പ് തുറ ഉണ്ട്. ഒന്ന് നമുക്ക് ദീദിയുടെ വീട്ടിലും, ഒന്ന് ഇപ്പോൾ ഇക്കാൻ്റെ വീട്ടിലത്തെ നോമ്പ് തുറയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഉള്ളത് നമ്മുടെ ഒരു കസിൻ ബ്രദറിൻ്റെതാണ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ ഫുഡ് ഐറ്റംസൊക്കെ. ഈ ഒരു റെസ്റ്റോറൻറ്റ് ഫുഡ് എടുത്ത് പറയേണ്ട ഒന്നായിരുന്നു. നമുക്കൊരു ഹോം ഫീലിംഗ് ടേസ്റ്റ് ആയിരുന്നു എല്ലാം നമുക്ക് കിട്ടിയിരുന്നത്. അങ്ങനെ നമ്മൾ കസിൻസും റിലേറ്റീവ്സും ഫ്രണ്ട്സൊക്കെ യാത്ര പറഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഇവിടുന്ന് തിരിച്ചു പോവാണ്. നമ്മൾ നേരെ ബ്രദറിൻ്റെ വീട്ടിൽ അബുദാബിയിലോട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇനി അവിടെ എത്തിയിട്ട് കാണാം. അങ്ങനെ ഗൈസ്, നമ്മളിതാ അബുദാബിയിൽ നമ്മുടെ ബ്രദറിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. കുട്ടികളൊക്കെ ഭയങ്കര പ്ലേയിങ്ങിലാണ്. ഇവിടെ പിന്നെ ഇവർക്ക് കുറേ ഫ്രണ്ട്സും നൈബേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫാമിലി അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും നമ്മൾ ബ്രദറിൻ്റെ വീട്ടിലോട്ട് പോന്നിട്ടുണ്ട്. അപ്പോൾ ജുവ ബേബിയും ഹൈസിനൊക്കെ നല്ല പ്ലേയിങ്ങിലാണ്. ഹൈസിനെ പറയുന്നത് കാക്കുവിൻ്റെ സിസ്റ്ററിൻ്റെ മകൻ്റെ മോനാട്ടോ. അപ്പോൾ ഗൈസ്, ഇന്ന് നമുക്ക് ഇവിടെ Day 2 ആയി. ഫ്രൈഡേ ആണ് ഇന്ന്. നമ്മളിവിടെ വന്നിട്ട് 2 days ആയി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്ലാന് ഷെയ്ഖ് സായിദ് മോസ്കിലോട്ട് ഇഫ്താറിന് പോകാമെന്നാണ്. അപ്പോൾ കുട്ടികളൊക്കെ മോർണിംഗ് എഴുന്നേറ്റ് നല്ല പ്ലേയിങ്ങിലാണ്. അങ്ങനെ ഇവിടെ 4 o'clock ആയിട്ടുണ്ട്. നമ്മൾ ഷെയ്ഖ് സായിദ് മോസ്കിലോട്ട് പോകാൻ എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കാക്കുവിൻ്റെ ബ്രദറിനെ വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കാക്കുന്നില്ല, കാക്കു ദുബായിലോട്ട് തിരിച്ചു പോയിട്ടോ. അപ്പോൾ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ്, വീടൊക്കെ ലോക്ക് ചെയ്തിട്ട്. അപ്പോൾ കീ അവിടെ മിസ്സിങ് ആയിരുന്നു. അപ്പോൾ അത് നമ്മൾ ഫൈൻഡ് ചെയ്ത് കണ്ടുപിടിക്കുകയായിരുന്നു. അപ്പോൾ ജുവ അവിടെ നൈബറിനൊക്കെ നോക്കി എന്തൊക്കെയോ പറയുന്നുണ്ട്, ഐ ഡോണ്ട് നോ. അപ്പോൾ ജുവയും ഇസു നല്ല ഫ്രണ്ട്സാണ് കേട്ടോ. അതായത് ഇസു പറയുന്നത് കാക്കുൻ്റെ ബ്രദറിൻ്റെ മോളാണ്. ഇതാണ് ഇസു കേട്ടോ. അങ്ങനെ നമ്മളിവിടുന്ന് ഇറങ്ങുകയാണ് എല്ലാവരും കൂടിയിട്ട് താഴോട്ട്. ഇപ്പം തന്നെ 4:30 ആയി. ലേറ്റൊന്നല്ല, നമ്മൾ കുറച്ച് നേരത്തെ തന്നെയാണെന്ന് തോന്നുന്നു.
അപ്പോൾ ഇതാ ഞങ്ങൾ കാറിൻ്റെ ഏറ്റവും ബാക്കിലായിരുന്നു കേട്ടോ, കുട്ടി പട്ടാളസും ഞാനൊക്കെ. അപ്പോൾ ഇസു ബേബി എന്തൊക്കെയോ എന്നെ നോക്കി പറയുന്നുണ്ട്. ഇസുവും ഇസുവൊക്കെ ഭയങ്കര ഫ്രണ്ട്സാണ് അവർ രണ്ടുപേരും. അങ്ങനെ ഇതാ നമ്മൾ ഷെയ്ഖ് സയ്യിദ് മോസ്കിൻ്റെ ഓൾമോസ്റ്റ് അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതാ വെഹിക്കിൾ പാർക്ക് ചെയ്തു. ഇനി നമ്മൾ അങ്ങോട്ട് നടക്കുകയാണ്. കുറച്ച് നടക്കാനുണ്ട് കേട്ടോ, അത്യാവശ്യം നടക്കാനുണ്ട്. നടന്ന് എന്താ പറയുക, ക്ഷീണിച്ചു എന്ന് പറയില്ലേ, അങ്ങനെ ആയി കുട്ടികളും വലിയവരും എല്ലാവരും. അപ്പോൾ നമ്മളിതാ അങ്ങോട്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് നടന്ന് നോക്കാം ഇനി കുറച്ച് നേരം. ഗൈസ്, നമ്മുടെ നടത്തം കഴിഞ്ഞിട്ടില്ല കേട്ടോ, ഇനി ഒരുപാട് നടക്കാനുണ്ടെന്നാണ് ഇവിടുന്ന് പറഞ്ഞത്. ഏതായാലും നമ്മൾ വന്നു പോയില്ലേ, എന്താവും ഏതാവുന്നൊന്നും അറിയില്ല, നടന്നങ്ങോട്ട് നോക്കാം അല്ലേ. മോസ്കിൻ്റെ അടുത്തേക്ക് എത്തിയപ്പോൾ ഒരു ഹാപ്പിനെസ് ഒക്കെ ഉണ്ട് കേട്ടോ, കുറച്ചും കൂടി ഉള്ളൂ എന്നൊരു ഫീൽ ചെയ്യുന്നു. പക്ഷേ അല്ലായിരുന്നു, കുറേ ഉണ്ടായിരുന്നു നടക്കാൻ. അങ്ങനെ നടന്ന് കുട്ടികളും എല്ലാവരും ടയേർഡായി. പക്ഷേ കുറച്ചും കൂടി നടക്കാനുണ്ട് കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ മറ്റേ ആ പീരങ്കി കേട്ടോ, ആ മറ്റേ സംഭവം നമ്മൾ ഇഫ്താർ സ്റ്റാർട്ട് ചെയ്യുന്നത് ബാങ്ക് കൊടുത്താൽ. അപ്പോൾ ഇതാണ് നമ്മുടെ ഇഫ്താർ ബോക്സ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് അവർ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിവിടെ എന്താ പറയുക, സീറ്റൊക്കെ കിട്ടി. നമ്മളെല്ലാവരും ഫാമിലി ഒരുമിച്ചിരുന്നു. അങ്ങനെ ഇതാണ് ഇവിടുത്തെ ഇഫ്താർ ബോക്സ്. നമുക്കിതൊന്ന് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഈ ഒരു കുഞ്ഞു ബോക്സിലുള്ളത് ഡേറ്റ്സ് ആണ്, ഫ്രൂട്ട്സ് ഉണ്ട്, നമുക്ക് ലെബനപ്പ് എല്ലാം, ജ്യൂസ്, വാട്ടർ എല്ലാം ഉണ്ട്, സാലഡ് എല്ലാം നമുക്ക് ഇതിൽ അവൈലബിൾ ആയിരുന്നു. അങ്ങനെ ജൂവൊക്കെ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്, കുഞ്ഞു കുട്ടികളല്ലേ, അപ്പോൾ അവർക്കൊന്നും കൂടുതൽ നടക്കാൻ കഴിയില്ലല്ലോ. നമ്മളോ ടയേർഡ്, അപ്പോൾ അവരെ പറയാനുണ്ടോ. അപ്പോൾ ഗൈസ്, ഇനിയും 20 മിനിറ്റ്സ് ഉണ്ട് ബാങ്ക് കൊടുക്കാൻ. പിന്നെ നോമ്പ് തുറക്കുമ്പോഴുള്ളത് എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും കഴിഞ്ഞില്ല, കാരണം ജൂവ ഉള്ളത് കാരണം എനിക്കതൊന്നും പോസിബിൾ ആയിരുന്നില്ല. അപ്പോൾ അതിന് ശേഷമുള്ളതൊക്കെയാണ് ഞാനിതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അങ്ങനെ ഇതാ ഗൈസ്, ഞങ്ങൾ നോമ്പൊക്കെ തുറന്നു കഴിഞ്ഞു. ഇനി ഇവിടുന്ന് നിസ്കരിക്കണം. പക്ഷേ ഭയങ്കര റഷാണെന്നാണ് കേട്ടത്. അപ്പോൾ ചിലപ്പോൾ മേ ബി ഞങ്ങൾ വീട്ടിലോട്ടൊന്ന് തിരിച്ചു പോവും, അവിടെ നിന്ന് നിസ്കരിക്കാം എന്ന് കരുതി. കാരണം എല്ലാവരും നല്ല ടയേർഡായിട്ടുണ്ട്. ഇതേ സെയിം ദൂരം നടക്കാനും ഉണ്ടല്ലോ, നമ്മൾ തിരികെ വന്നതുപോലെ തന്നെ നടക്കാനും അങ്ങോട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലോട്ടാണ് തിരിച്ചിനി പോകുന്നത്. കുട്ടികളൊക്കെ ടയേർഡായിട്ടാട്ടോ ഇവിടെയൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഇതാ ഗൈസ്, നമ്മളിതാ വീട്ടിൽ തിരികെ എത്തി. ഇനി ബാക്കി നമ്മൾ ഡേ 3 കാണാം. ഇപ്പോൾ നമ്മളുള്ളത് ഡേ 3 കേട്ടോ, അതായത് സാറ്റർഡേ മോർണിംഗ്. അപ്പോൾ നമ്മൾ ഇനി ദീദിയുടെ വീട്ടിലോട്ട് പോവുകയാണ്, അതായത് എൻ്റെ സിസ്റ്റർ ഇൻ ലോൻ്റെ മകൻ്റെ വീട്ടിലോട്ട് പോവുകയാണ്. സിസ്റ്റർ ഇൻ ലോ ഒക്കെ വന്നിട്ടുണ്ട് നാട്ടിൽ നിന്ന്. അപ്പോൾ ഇതാ ഹൈസിക്കുട്ടനൊക്കെ കളിക്കുകയാണ്. അവരിവിടെ മുസഫയിലാണ്, അബുദാബിയിൽ. അപ്പോൾ ജുവ എന്തൊക്കെയോ ഡ്രോയിങ് ചെയ്യാനുള്ള സെറ്റപ്പിലൊക്കെ ആണ്. ബട്ട് ഞാൻ അവൾക്ക് കളറിങ് പെൻസിലൊന്നും കൊടുക്കാറില്ല. അപ്പം നമ്മളിവിടെ നോമ്പ് ഇഫ്താർ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ അതിനുള്ള പ്രിപ്പറേഷനിലാണ്. ഇവിടുത്തെ ഇഫ്താറിൻ്റെ വീഡിയോ എനിക്ക് ഷൂട്ട് ചെയ്യാൻ കൂടുതൽ കഴിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഇനി ബാക്കി നമുക്ക് ഡേ 3 കാണാം. നമ്മൾ കസിൻ്റെ വീട്ടിലാണ് ഇനി നോമ്പ് തുറ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഡേ 3 എത്തിയിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മളിവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടാണ്, ഒരു പാർട്ടി ഹാളിൽ വെച്ചിട്ടാണ് കസിൻ്റെ നോമ്പ് തുറ. അപ്പോൾ നമ്മൾ ഇനി അവിടെ എത്തിയിട്ടുണ്ട്. അവരുടെ എംപ്ലോയീസും എല്ലാവരും ഉണ്ട് കേട്ടോ, അവരുടെ ഓഫീസിലത്തെ എംപ്ലോയീസും എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ടായിരുന്നു നോമ്പ് തുറ. എവിടെയാണെന്ന് എനിക്ക് കറക്റ്റ് പ്ലേസ് എനിക്ക് അറിഞ്ഞൂടാ, അപ്പോൾ അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല കേട്ടോ.
ഇവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു കേട്ടോ. ഐ തിങ്ക് ഒരു 100 എബോവ് ആൾക്കാരുണ്ടായിരുന്നു ഇവിടെ നോമ്പ് തുറക്ക്. കാരണം ആളുടെ ഓഫീസിലെ എംപ്ലോയീസും കാര്യങ്ങളും സ്റ്റാഫും എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാം എനിക്കിതിൽ ഇൻക്ലൂഡഡ് ആക്കാൻ കഴിഞ്ഞിട്ടില്ല ഈ ഒരു വ്ളോഗിൽ. പറ്റാവുന്നതൊക്കെ ഞാൻ ഇൻക്ലൂഡഡ് ആക്കിയിട്ടുണ്ട് എന്നാണ് കരുതുന്നത്. കാരണം വേറെ ഒന്നുമല്ല, ജുവ ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ അവൾ ഉച്ചയ്ക്ക് ഉറങ്ങാത്തത് കാരണം ഭയങ്കര ടയേർഡായ കാരണം വേഗം ഉറങ്ങി. അപ്പോൾ അവളുടെ കൂടെ തന്നെയായിരുന്നു ഞാൻ. അപ്പോൾ ഇതാ ഇവിടെ ചെറിയൊരു ഗാനമേളമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇഫ്താർ കഴിഞ്ഞിട്ട്. അപ്പോൾ കുട്ടികളൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു അത്. അപ്പോൾ ഗൈസ്, നമ്മളിനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. കാരണം ജുവ ഭയങ്കര ടയേർഡായിട്ടുണ്ട്. പിന്നെ നമുക്ക് ദുബായിലോട്ട് എത്തും വേണം. ഇപ്പോൾ തന്നെ 9 o'clock ആയി. അപ്പോൾ നമ്മളിവിടുന്ന് പെട്ടെന്ന് ഇറങ്ങുകയാണ്. നമ്മളിനി തിരികെ പോകുമ്പോൾ നമ്മുടെ കൂടെ ലിയ ബേബിയും മിന്നുകുട്ടിയും ഉണ്ട് കേട്ടോ. കാക്കുൻ്റെ ബ്രദറിൻ്റെ കുട്ടികളാണ്. അപ്പോൾ അവരും നമ്മുടെ കൂടെ അജ്മാനിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. ലേറ്റായി. അങ്ങനെ ഇതാ നമ്മൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട്. ബാക്കി ഇനി നെക്സ്റ്റ് വ്ളോഗിൽ കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ.